എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അൽഗോരിതം അനാലിസിസ് ആൻഡ് ഡിസൈൻ ഈ സബ്ജക്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ പേരങ്ങനെ ആയിരിക്കില്ല, ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം. സംഗതി മറ്റൊന്നുമല്ല, ഒരു അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിൽ അപ്ലൈ ചെയ്യേണ്ട ടെക്നിക്സ്, ഇതാണ് അൽഗോരിതം ഡിസൈൻ എന്ന് പറയുന്നത്. മൊഡ്യൂൾ 3, 4 ഈ രണ്ട് മൊഡ്യൂൾസിനകത്ത് പഠിക്കേണ്ടത് അൽഗോരിതം ഡിസൈൻ ടെക്നിക്സ് ആണ്. അതുപോലെ അൽഗോരിതം അനാലിസിസ്, ഒരു അൽഗോരിതം എത്രത്തോളം ബെറ്റർ ആണ്, അതിന്റെ ടൈം കോംപ്ലക്സിറ്റി, അതിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി, ഈ കാര്യങ്ങളാണ് മൊഡ്യൂൾ 1 പഠിക്കാനുള്ളത്. ഈ സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 ഇതൊക്കെ തൽക്കാലം മാറ്റി വെച്ചിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള 2 മൊഡ്യൂൾസ് ആദ്യം പഠിക്കും. അതായത് മൊഡ്യൂൾ 2 ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. മൊഡ്യൂൾ 2 പഠിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക് AVL ട്രീ ആണ്. ഈ AVL ട്രീ തൽക്കാലം ലാസ്റ്റ് പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. കാരണം മിക്ക പേർക്കും ആ ഒരു ട്രീ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് അതിനെ തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം. ബാക്കി ടോപ്പിക്സ് എടുത്തു കഴിഞ്ഞാൽ ഡിസ്ജോയിന്റ് സെറ്റ്സ്, ഗ്രാഫ് ട്രാവേഴ്സൽ, സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്സ്, ടോപ്പോളജിക്കൽ സോർട്ട്, എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഈ ടോപ്പിക്സ് ആദ്യം പഠിക്കുക. ഇതിൽ ഗ്രാഫ് ട്രാവേഴ്സിലൊക്കെ ഡാറ്റാ സ്ട്രക്ചറിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഡിസ്ജോയിന്റ് സെറ്റ്സിലേക്ക് കടക്കുമ്പോൾ അവിടെ മെയിൻലി 2 ഓപ്പറേഷൻസ് ആണ് വരുന്നത്, യൂണിയൻ, ഫൈൻ സെറ്റ്. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അതുപോലെ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്സ്, ഏകദേശം ഒരു 1 അവർ കൊണ്ട് ഈ ടോപ്പിക്സ് നമുക്ക് വളരെ നന്നായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. AVL ട്രീക്കകത്ത് 4 റൊട്ടേഷൻസ് ആണ് വരുന്നത്. 2 സിംഗിൾ റൊട്ടേഷനും 2 ഡബിൾ റൊട്ടേഷനും വരുന്നുണ്ട്. ഈ മൊഡ്യൂളിനകത്ത് എസ്സേക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ക്വസ്റ്റ്യനും AVL ട്രീ തന്നെയാണ്. ഇൻസേർഷൻ ഓക്കെ ആയി കഴിഞ്ഞിട്ട് ഡിലീഷനിലേക്ക് പോകുക. മൊഡ്യൂൾ 2 പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പഠിക്കേണ്ടത് മൊഡ്യൂൾ 5 ആണ്. അതിനകത്ത് പ്രോബ്ലംസ് നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ട്രാക്റ്റബിൾ ആൻഡ് ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ്. ഈ 2 കാറ്റഗറി പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് P, NP, NP ഹാർഡ്, NP കംപ്ലീറ്റ്, ഇങ്ങനെ പ്രോബ്ലംസ് നമുക്ക് 4 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഈ 4 ക്ലാസ്സസും അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ എക്സാംസ് ഇതൊക്കെ പഠിക്കുക. അതിനുശേഷം ക്ലിക്ക് പ്രോബ്ലം, അതുപോലെ വെർട്ടെക്സ് കവർ പ്രോബ്ലം, ഇത് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇത്രയും ടോപ്പിക്സിനകത്ത് നിന്ന് ഒരു എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മൊഡ്യൂൾ 5ന്റെ സെക്കൻഡ് ഹാഫ്. ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് സീനിയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ സാധിക്കില്ല. 2019 സ്കീമിൽ പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്ത ടോപ്പിക്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ബിൻ പാക്കിംഗ് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, 5 മിനിറ്റ് മതിയാവും ആ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട്. അതിനകത്ത് ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, നെക്സ്റ്റ് ഫിറ്റ്, ഫസ്റ്റ് ഫിറ്റ്, ഡിക്രീസ്, ഈ കേസസ് ഒക്കെ പഠിക്കുക. ഇതിൽ തന്നെ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ അൽഗോരിതംസ് ഉണ്ട്. 5 മിനിറ്റ്, മാക്സിമം ഒരു 10 മിനിറ്റ്, ആ സമയം മതി ഈ ടോപ്പിക്ക് പഠിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഗ്രാഫ് കളറിംഗ് പറയുമ്പോൾ ഒരു ഗ്രാഫിനകത്ത് വെർട്ടിസസും എഡ്ജസും വരുന്നുണ്ട്. ഇതിനകത്ത് ഗ്രാഫ് കളറിംഗ് ചെയ്യുന്ന സമയത്ത് വെർട്ടെക്സ് കളറിംഗ് അതൊരു കേസാണ്, എഡ്ജ് കളറിംഗ് മറ്റൊരു കേസാണ്. ഈ ടോട്ടൽ കളറിംഗ് ആകുമ്പോൾ ഗ്രാഫ് കളറിംഗ് ആയി അതിന്റെ ആപ്ലിക്കേഷൻ കൂടെ പഠിക്കാം. ഇതും മറ്റൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം റാൻഡമൈസ്ഡ് അൽഗോരിതം, അതിനകത്ത് 2 ടൈപ്പ് ഉണ്ട്, മോണ്ടെ കാർലോയും ഉണ്ട്, ലാസ് വേഗാസും. ഇത് 2 തിയറി ക്വസ്റ്റ്യൻ ആണ്. 2 തിയറി ക്വസ്റ്റ്യൻ അത് അങ്ങനെ പഠിച്ചു വെക്കുക. മൊഡ്യൂൾ 5ന്റെ സെക്കൻഡ് ഹാഫിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് റാൻഡമൈസ്ഡ് വേർഷൻ ഓഫ് ക്വിക്ക് സോർട്ട്. അതിന്റെ അൽഗോരിതം വിത്ത് അനാലിസിസ്, അതൊരു എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിയുമെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കൂടെ പഠിക്കും. മൊഡ്യൂൾ 2, മൊഡ്യൂൾ 5 ഇത് 2 വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. മൊഡ്യൂൾ 2-നകത്ത് AVL ട്രീ, മൊഡ്യൂൾ 5-നകത്ത് റാൻഡമൈസ്ഡ് അൽഗോരിതം ഓഫ് ക്വിക്ക് സോർട്ട്. ഈ 2 എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2 മൊഡ്യൂൾസ് പഠിച്ചു കഴിയുമ്പോൾ 20+20 40 മാർക്സ് കവർ ചെയ്ത് കഴിഞ്ഞു. 40 മാർക്സ് 2 മൊഡ്യൂൾസ് ആണ്. ഇതുപോലെ 2 മൊഡ്യൂൾസ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ സേഫ് സോണിലായി. ടോട്ടൽ 5 മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 മൊഡ്യൂൾസ് എങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ സേഫ് ആകാൻ ചാൻസ് ഉള്ളൂ.
മൊഡ്യൂൾ 3 and 4 ഈ രണ്ട് മൊഡ്യൂൾസ് പഠിക്കുമ്പോൾ സിലബസ് കീപ്പ് ചെയ്ത് അതുപോലെ പഠിക്കരുത്. 3 ടോപ്പിക്സ് ആദ്യം പഠിക്കുക. ഡിവൈഡ് ആൻഡ് കോൺകർ, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഗ്രീഡി സ്ട്രാറ്റജി. ഈ 3 ടെക്നിക്സും സിമിലർ ആയിട്ടുള്ള 3 ടെക്നിക്സ് ആണ്. സോ ഞാൻ ഈ പറയുന്നത് പോലെ ഡിവൈഡ് ആൻഡ് കോൺകർ ഫസ്റ്റ് പഠിക്കുക, തിയറി പഠിക്കുക, ആപ്ലിക്കേഷനോട് നിൽക്കട്ടെ. തിയറി ആദ്യം പഠിക്കുക. ഡിവൈഡ് ആൻഡ് കോൺകർ പഠിച്ചിട്ട് അതിന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ്, അതിന്റെ മെക്കാനിസം എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് പഠിക്കുക. ഡൈനാമിക് പ്രോഗ്രാമിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഗ്രീഡി സ്ട്രാറ്റജി പഠിക്കുക. ഈ 3 പേരുടെയും തിയറി നന്നായി പഠിച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു കമ്പാരിസൺ കൂടെ ഉണ്ട്. ഈ കമ്പാരിസൺ കൂടെ പഠിച്ച് മനസ്സിലാക്കുക. ഇത് 3 ഓക്കെ ആയി കഴിഞ്ഞിട്ട് മാത്രം ഈ 3 പേരുടെയും എക്സാമ്പിൾസ് പഠിക്കാൻ തുടങ്ങുക. കോൺസെപ്റ്റ് പഠിക്കുന്ന ടൈമിൽ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ കൂടെ പഠിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഡിവൈഡ് ആൻഡ് കോൺകറിന്റെ ആപ്ലിക്കേഷൻസിൽ 2-way മെർജ് സോർട്ട്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നോർമലി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ടൈമിൽ 8 മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. 2/2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ടൈംസ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. അതിനെക്കാട്ടിലും ഒരു ബെറ്റർ ഓപ്ഷനാണ് സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ 2/2 മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 ടൈംസ് മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നുള്ളൂ. സ്ട്രാസൻസിനകത്ത് കുറച്ച് ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് കഴിയുമെങ്കിൽ ഒരു വട്ടം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അതിൽ പെർഫോം ചെയ്ത് നോക്കുക. മൊഡ്യൂൾ 3 വന്ന ടോപ്പിക്കാണ് ഡിവൈഡ് ആൻഡ് കോൺകർ. അത് കഴിഞ്ഞിട്ട് ഗ്രീഡി സ്ട്രാറ്റജി പഠിക്കാം. അതിന് മുന്നേ മൊഡ്യൂൾ 4 ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞിട്ട് തിരികെ വന്ന് ഗ്രീഡി പഠിക്കുന്നതായിരിക്കും ബെറ്റർ. സോ മൊഡ്യൂൾ 4 പോയാൽ ഡൈനാമിക് പ്രോഗ്രാമിംഗ്, അതിനകത്ത് ഒപ്റ്റിമൽ സബ്സ്ട്രക്ട്. ആദ്യം കോൺസെപ്റ്റ് പഠിക്കുക. അതുപോലെ അതിനകത്ത് വരുന്ന ടോപ്പിക്കാണ് ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ, ഓവർലാപ്പിംഗ്, സബ് സൊല്യൂഷൻ. അതിന്റെ പ്രോപ്പർട്ടിയാണ്. അതൊക്കെ നന്നായിട്ട് പഠിക്കുക. ദെൻ ഡൈനാമിക് പ്രോഗ്രാമിംഗിന്റെ ആപ്ലിക്കേഷൻ. 2 ആപ്ലിക്കേഷനാണ് പഠിക്കാനുള്ളത്. മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷൻ, അത് പ്രോബ്ലം അല്ല, അനാലിസിസ് ആണ്. അത് പഠിക്കണം. അത് അങ്ങനെ തന്നെ അനാലിസിസ് പഠിച്ചു വെക്കാൻ സാധിക്കും. എക്സാമിൽ ഒരിക്കലും പ്രോബ്ലം ആയിട്ട് ചോദിക്കത്തില്ല. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണിത്. സോ എക്സാമിന് ചോദിക്കുമ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല എങ്കിൽ മാത്രം ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. വേറെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ കഴിയുമെങ്കിൽ അതിലേക്ക് പോവുക. അത് അറിയാവുന്ന ആൻസർ ആണെങ്കിൽ ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. ഡൈനാമിക് പ്രോഗ്രാമിംഗിന്റെ സെക്കൻഡ് ആപ്ലിക്കേഷൻ ആണ് ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത്. അതിനകത്ത് ഫ്ലോയിഡ് വാർഷാൽ അൽഗോറിതം ആണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഈസി ആയിട്ടുള്ള ഒരു അൽഗോറിതം ആണ്. അത് പഠിക്കുക. മൊഡ്യൂൾ 3 ഒരു പെൻഡിങ് ടോപ്പിക് ഉണ്ടായിരുന്നു, ഗ്രീഡി സ്ട്രാറ്റജി. മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ചെയ്തിട്ട് മൊഡ്യൂൾ 4 പോകുന്നത് തെറ്റില്ല. പക്ഷെ ഡിവൈഡ് ആൻഡ് കോൺകർ പഠിച്ചു കഴിഞ്ഞിട്ട് ഡൈനാമിക് പ്രോഗ്രാമിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഗ്രീഡി എത്തുന്ന സമയം കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഗ്രീഡി ആ പേരിൽ തന്നെ ഉണ്ട്, ഗ്രീഡി അത്യാഗ്രഹം. ഈ ഗ്രീഡി, ഡൈനാമിക്, ഈ ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസിനാണ്. ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടണം. അതൊരു കേസ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ട്രാവൽ ചെയ്തൊരു കേസ് ആണെങ്കിൽ, എവിടെയെങ്കിലും നമ്മളിപ്പം എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാണ്, അവിടെ മിനിമം കോസ്റ്റ് ആയിരിക്കും നമ്മൾ അവിടെ എയിം ചെയ്യുന്നത്, മിനിമം എക്സ്പെൻസ് ആയിരിക്കും. ഇതുപോലെ മിനിമം കേസ് നോക്കുകയും അല്ലെങ്കിൽ മാക്സിമം കേസ് നോക്കുന്നത്, മിനിമൈസ് ചെയ്യുന്ന കേസസും മാക്സിമൈസ് ചെയ്യുന്ന കേസസും ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 2 ടെക്നിക്സ് ആണ് ഡൈനാമിക് പ്രോഗ്രാമിംഗും ഗ്രീഡി. ഗ്രീഡിക്കകത്ത് നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിൾ കിടപ്പുണ്ട്, നാപ്സാക്ക്. ഒരു കള്ളൻ മോഷ്ടിക്കാൻ പോകുന്ന കഥയാണ്. നല്ലൊരു സ്റ്റോറി ആയിട്ട് പഠിച്ചാൽ നമുക്ക് ഗ്രീഡി സ്ട്രാറ്റജി അതിനോടൊപ്പം ക്ലിയർ ആവും. മറ്റൊരു ആപ്ലിക്കേഷൻ മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീ ആണ്. ക്രസ്കൽസ്, പ്രിംസ്, 2 അൽഗോറിതം ഉണ്ട്. 2 അൽഗോറിതം സിലബസിൽ പറയുന്നില്ല, ക്രസ്കൽസ് മാത്രമേ സിലബസിൽ പറയുന്നുള്ളൂ. പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു അൽഗോറിതമാണ് ക്രസ്കൽസ്. ഷോർട്ടസ്റ്റ് എഡ്ജ് കണ്ടുപിടിച്ചിട്ട്, ഷോർട്ടസ്റ്റ് വെയിറ്റ് ഉള്ള എഡ്ജ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ അസെൻഡിങ് ഓർഡർ എഡ്ജസ് നോക്കി പോവുക. സൈക്കിൾസ് ഫോം ചെയ്യാൻ പാടില്ല. അതാണ് അതിന്റെ ഒരു ലോജിക്. അത് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഈ മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീയുടെ അകത്ത് ട്രീ എന്നൊരു ടേം കിടക്കുന്നത് കാരണം അത് ട്രീ ആണെന്ന് ചിന്തിക്കരുത്, അത് ഗ്രാഫാണ്. ഗ്രാഫിനകത്ത് വരുന്ന ടോപ്പിക്കാണ് മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീ. മൊഡ്യൂൾ 3 ഞാൻ സജസ്റ്റ് ചെയ്യാത്തൊരു ടോപ്പിക് ഡിജിക്സ്ട്രാസ് ആയിരിക്കും.
എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓർ ക്വസ്റ്റ്യൻ നോക്കുക. ഓർ ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന, പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിലേക്ക് പോവുക. മൊഡ്യൂൾ 3-ക്കകത്ത് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ഡിജിക്സ്ട്രാസ്, മൊഡ്യൂൾ 4-നകത്ത് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു അനാലിസിസ് ഉണ്ട്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അനാലിസിസ്. 2 മൊഡ്യൂൾസിനകത്തും ലെങ്തി ആയിട്ടുള്ള ഓരോ ടോപ്പിക്സ് ഉണ്ട്. അത് രണ്ടും ലാസ്റ്റ് ടോപ്പിക്കായിട്ട് മാറ്റി വെക്കുക. ബാക്കി ടോപ്പിക്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് സാവധാനം ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആണ്, എസ് ആണ് ചോദിക്കുന്നത്, സോ ഓർ ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഓർ ക്വസ്റ്റ്യൻ ഈസി ആണെങ്കിൽ ആ ഓർ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. മൊഡ്യൂൾ 3-4 കറക്റ്റ് ഓർഡറിലല്ല പോകുന്നത്, അത് മിക്സ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകർ, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഗ്രീഡി സ്ട്രാറ്റജി, ഈ 3 ടെക്നിക്സും പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി നോക്കുമ്പോൾ മൊഡ്യൂൾ 4-നകത്ത് ബാക്ക് ട്രാക്കിംഗ്, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്, ഈ 2 ടെക്നിക്സ് കൂടെ പെൻഡിങ് വരുന്നുണ്ട്. ബാക്ക് ട്രാക്കിംഗ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എൻക്യൂൻസ് പ്രോബ്ലം അതൊരു എക്സാമ്പിൾ എടുക്കാം. 4 ക്യൂൻസ് എടുത്തു കഴിഞ്ഞാൽ 4 ക്യൂൻസിന്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കുക. അത് ചെയ്ത് നോക്കുന്ന സമയം എന്താണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് അതിനകത്ത് നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 4 ക്യൂൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം 8 ക്യൂൻസ് പഠിക്കുക. 8 ക്യൂൻസ് കംപ്ലീറ്റ് സ്റ്റെപ്സ് ഒരിക്കലും എക്സാമിന് എഴുതരുത്, ഒത്തിരി സമയം നഷ്ടപ്പെടും. 1-2 സ്റ്റെപ്സ് 8 ക്യൂൻസ് വരച്ചിട്ട് എക്സെട്ര ആയിട്ട് പോവുക. ഫൈനൽ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് എഴുതി വെക്കുക. ഫൈനൽ ഔട്ട്പുട്ടിനകത്ത് ഓരോ ക്യൂൻസും ഏത് ലൊക്കേഷനിലാണ് ഇരിക്കുന്നതെന്നുള്ളത് പഠിച്ചു വെക്കാൻ സാധിക്കും. ഒരു മൊബൈൽ നമ്പർ പഠിക്കുന്നത് പോലെ ഫസ്റ്റ് ക്യൂൺ ഇരിക്കുന്ന പൊസിഷൻ, ആ സെൽ നമ്പർ, സെക്കൻഡ് ക്യൂൺ ഇരിക്കുന്ന പൊസിഷൻ, ആ സെൽ നമ്പർ, അങ്ങനെ 8 ക്യൂൺസ് ഇരിക്കുന്ന പൊസിഷൻ ഒരു 8 ഡിജിറ്റ് നമ്പർ ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫൈനലി ആ ഒരു 8x8 സ്ക്വയർ മെട്രിക്സ് വരച്ചിട്ട്, മെട്രിക്സ് അല്ല 8x8 ബോക്സ് വരച്ചിട്ട് അതിനകത്ത് ഓരോ സെൽസിനകത്ത് ഈ ക്യൂൺസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടായി. ഒരു കാരണവശാലും കംപ്ലീറ്റ് ബാക്ക് ട്രാക്കിംഗ് മെക്കാനിസം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാൻ നിൽക്കരുത്, നിങ്ങളുടെ സമയം ഒത്തിരി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിലേക്ക് പോകുമ്പോൾ ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിനകത്ത് കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക. ബാക്ക് ട്രാക്കിങ്ങിനകത്തും ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിനകത്തും യൂസ് ചെയ്യുന്ന ഒരു നൊട്ടേഷനാണ് സ്റ്റേറ്റ് സ്പേസ് ട്രീ. അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് നൊട്ടേഷനാണ്, ഈ 2 കോൺസെപ്റ്റിനകത്തും യൂസ് ചെയ്യുന്ന നൊട്ടേഷനാണ്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിന്റെ പ്രോബ്ലം എന്താണെന്ന് പഠിക്കാൻ നിൽക്കണ്ട, അത് പഠിച്ചിട്ട് കാര്യമില്ല. എക്സാമിന് എഴുതാനായിട്ട് ഒത്തിരി സമയം നഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. സോ അത് പഠിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ആണ് ഈ പറഞ്ഞു വരുന്നത്. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ഒത്തിരി ലെങ്തിയാണ്. അത് റോ ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കോളം എലിമിനേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ സമയം ഒത്തിരി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. മൊഡ്യൂൾ 2, 5, 3, 4 മൊഡ്യൂൾസ് കവർ ചെയ്ത് കഴിയുമ്പോൾ 80 മാർക്സിന്റെ ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി പറയുന്നത് മൊഡ്യൂൾ 1ന്റെ ടോപ്പിക്കാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ ആ ടോപ്പിക്സ് കൂടെ എഴുതി വെച്ചിട്ട് അതുകൂടെ പഠിക്കും. മൊഡ്യൂൾ 1 ഇതിനകത്ത് അൽഗോരിതം. വാട്ട് ഈസ് ആൻ അൽഗോരിതം? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ അൽഗോരിതം? പാർട്ട് എയിൽ ഈ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അൽഗോരിതം അനാലിസിസ്. ഇവിടെ ഒരു അൽഗോരിതം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പെർഫോമൻസ് ആണ് നോക്കുന്നത്. അതിന്റെ പെർഫോമൻസ് ഇൻ ദ സെൻസ് അതിന്റെ ബെസ്റ്റ് എവിടെയാണ്, അതിന്റെ ആവറേജ് എവിടെയാണ്, അതിന്റെ വേഴ്സ്റ്റ് കേസ് എവിടെയാണ്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം. അതിന് പെർഫെക്റ്റ് ആയിട്ടൊരു എക്സാമ്പിൾ എടുക്കാം. ലീനിയർ സെർച്ച്. ലീനിയർ സെർച്ച് എന്നൊരു അൽഗോരിതം എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് ലീനിയർ സെർച്ച്. ലീനിയർ സെർച്ച് അൽഗോരിതം എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ 3 കേസ് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്പർ ആണ് നമ്മുടെ സെർച്ച് എലമെന്റ് എങ്കിൽ അത് തന്നെയാണ് അതിന്റെ ബെസ്റ്റ് കേസ് ആയിട്ട് വരുന്നത്. അതുപോലെ ആവറേജ് കേസ്, വേഴ്സ്റ്റ് കേസ്, ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ലീനിയർ സെർച്ചിലൂടെ പഠിക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് പഠിച്ച് നിർത്തണമെങ്കിൽ ഇവിടെ നിർത്താം. കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റി കൂടെ നോക്കാം. ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി നോക്കുമ്പോൾ ഇവിടെ പ്രോബ്ലംസ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രോബ്ലംസ് ചെയ്ത് സോൾവ് ചെയ്ത് ഈ ടോപ്പിക്സ് പഠിക്കാം. മൊഡ്യൂൾ 3, 4 ഒക്കെ പഠിക്കുന്ന ടൈമിൽ അവിടെ ഓരോ ടെക്നിക്സിനും ആപ്ലിക്കേഷൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. അവിടെയും ഇതിന്റെ അനാലിസിസ് പറയുന്നുണ്ടായിരിക്കും. ഈ അനാലിസിസ് ഒക്കെ ആ ടൈമിൽ പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. അതിനു വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ മൊഡ്യൂൾ 1-നകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ. ഒ നൊട്ടേഷൻ, ഒമേഗ നൊട്ടേഷൻ,
തീറ്റ നൊട്ടേഷൻ. ഇത് ബിഗ് ഒ ഒമേഗ തീറ്റ, അതുപോലെ ലിറ്റിൽ ഒ, അതിനകത്ത് ലിറ്റിൽ ഒമേഗ. ഈ നൊട്ടേഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കണം. അതിന്റെ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ച് ശീലിക്കും. ഇതൊക്കെ ഞാൻ പറയുന്നത് എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഈ ടോപ്പിക്സിലേക്ക് പോകാം. നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് പഠിക്കാൻ ആഗ്രഹം ഇല്ല എങ്കിൽ അങ്ങോട്ടേക്ക് പോകണ്ട. തൊട്ട് മുന്നേ അൽഗോറിതം അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുക. റെക്കറൻസ് അൽഗോറിതം അനാലിസിസ് നോക്കും. റിക്കേഴ്സീവ് ആയിട്ട് വരുന്ന അൽഗോറിതംസിന്റെ അനാലിസിസ് ആണ്. അവിടെ 4 ടൈപ്പ് കേസ്, അവിടെ 4 കേസസ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ, ഐട്രേഷൻ മെത്തേഡ്, റിക്കേർഷൻ ട്രീ, മാസ്റ്റേഴ്സ് തിയറം. ഈ 4 കേസ്. ഇതൊക്കെ സമയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്, നിങ്ങൾക്ക് ആ ടോപ്പിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് പോവുക. ഓക്കെ, സോ ഈ മൊഡ്യൂൾസിന്റെ ഓർഡർ ഒന്നുകൂടെ പറയുന്നുണ്ട്. മൊഡ്യൂൾ 2, മൊഡ്യൂൾ 5. ഈ 2 മൊഡ്യൂൾസ് പഠിച്ച് കഴിഞ്ഞിട്ട് മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4. അതിനുശേഷം മാത്രം മൊഡ്യൂൾ 1ലേക്ക് പോവുക. മൊഡ്യൂൾ 1 ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അത്രയും നിങ്ങൾക്ക് പഠിക്കണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. മൊഡ്യൂൾ 2, 5, 3, 4 4 മൊഡ്യൂൾസ് പഠിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ പാസ്സാകും. പഠിച്ചാൽ മാത്രം പോലെ, അത് എഴുതുന്ന സമയത്ത് എക്സാം ടൈം എപ്പോഴും ശ്രദ്ധിക്കുക. 3 മാർക്കിന്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ മാക്സിമം 5 മിനിറ്റ് എടുക്കുക. എസ്എ ക്വസ്റ്റ്യൻ 14 മാർക്സിന്റെ എസ്എ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ മാക്സിമം 20 മിനിറ്റ്സ്. ഈ 14 മാർക്സ് സിംഗിൾ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, അതിനകത്ത് സബ് ക്വസ്റ്റ്യൻസ് കാണും. അത് ഫർദർ ഡിവൈഡ് ചെയ്ത് പോവാം. എക്സാം വളരെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. ആ ടൈം മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.